2024 നടന്ന എല്ലാ LDC പരീക്ഷയുടെയും ചോദ്യപേപ്പറിൽ നിന്നുള്ള ജോഗ്രഫി ചോദ്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി കോണ്ടൂർ ലൈൻ, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫോം ലൈനാണ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോം ലൈൻ. ലിപു ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഹിമാചൽ പ്രദേശ് ടിബറ്റ്, സിക്കിം ടിബറ്റ്, ശ്രീനഗർ കാർഗിൽ. ലിപു ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. അടുത്ത ചോദ്യം ക്യാൻസൽ ചെയ്തു. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ 1ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ശരി ഉത്തരമായിട്ട് വരുന്നത്. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ്. സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു. കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി, കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി, നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയും കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയുമാണ് കാഞ്ചൻജംഗ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഡാം സംസ്ഥാനം നദി ദുൽഹസ്തി ഡാം ഹിമാചൽ പ്രദേശ് ചെനാബ്, അലമാട്ടി ഡാം കർണാടക കൃഷ്ണ, സർദാർ സരോവർ രാജസ്ഥാൻ താപ്തി, ശ്രീശൈലം ആന്ധ്രാപ്രദേശ് ഗോദാവരി. ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അലമാട്ടി ഡാം കർണാടക കൃഷ്ണ. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ബസ്മതി ഒഴികെയുള്ള അരി, സമുദ്രോൽപ്പന്നങ്ങൾ, പഞ്ചസാര. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. പഞ്ചസാര, സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി. ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര, സമുദ്രോൽപ്പന്നങ്ങൾ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകളാണ് കയറ്റുമതിയിൽ. ഇവിടുത്തെ ശരിയായ ഉത്തരം സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര എന്നതാണ്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? കാവേരി, മഹാനദി, കൃഷ്ണ, ഗോദാവരി. ഇവിടുത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ. നമ്മളോട് ചോദിച്ചേക്കുന്നത് വെസ്റ്റേൺ സൈഡിൻ്റെ കാര്യമാണ്. വെസ്റ്റേൺ സൈഡുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് ഈസ്റ്റേൺ സൈഡിലാണ് കൂടുതലായിട്ടും. അതേപോലെ തന്നെ താരതമ്യേന വീതി കൂടുതലായിട്ടുള്ളതും ഈസ്റ്റേൺ കോസ്റ്റാണ്. അപ്പോൾ ഇവിടെ ബന്ധമില്ലാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമേതാണ്? 1853, 1857, 1852, 1858. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? നെയ്വേലി, ഡിഗ്ബോയ്, മുംബൈ ഹൈ, ധാരിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ധാരിയ ആണ്. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ. റൂർക്കേലയിലെ ഇരുമ്പുരുക്ക് ശാലയാണ് ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ 1959 സ്ഥാപിതമായത്. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം?
ഓപ്ഷൻസ്: മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമെന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ജലപാതയിൽ ഉൾപ്പെടുന്നു? ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4. നമുക്കറിയാം കൊല്ലം ടു കോട്ടപ്പുറം എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ 3 ആണ്. ദേശീയ ജലപാത 3 ആണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോക്കോൾ ഏതാണ്? നഗോയ പ്രോട്ടോക്കോൾ, കാർട്ടജീന പ്രോട്ടോക്കോൾ, ക്യോട്ടോ പ്രോട്ടോക്കോൾ, റാംസർ കൺവെൻഷൻ. ഇതിൽ ഹരിതഗൃഹവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ക്യോട്ടോ പ്രോട്ടോക്കോളാണ്. ആനർ ഗിർണ ഏതു നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഗോദാവരി, കാവേരി, നർമ്മദ, താപ്തി. ആനറും ഗിർണയും താപ്തിയുടെ പോഷക നദികളാണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗ്, ദുർഗാപൂർ, സുന്ദർഗർ, ബൊക്കാരോ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദുർഗ് ആണ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? പർവ്വതക്കാറ്റ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഈസ്റ്റിങ്സ്, കോണ്ടൂർ ലൈൻസ്, ഫോം ലൈൻ, നോർത്തിങ്സ്. ഇവിടെ ശരിയായ ഉത്തരം ഈസ്റ്റിങ്സ് ആണ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഈസ്റ്റിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കർണാടകയിലെ ആദിചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മീൻകുത്തിച്ചാത്തൻ, മയിൽ, വയൽക്കോതി, കഴുകൻ. ശരിയായ ഉത്തരം മയിലാണ്. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ഇൻസാറ്റ് 3DS, ഇൻസാറ്റ് 1, ഇൻസാറ്റ് 2, ഇൻസാറ്റ് 3. ഇൻസാറ്റ് 3DS ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ടെലസ്കോപ്പ്, സ്റ്റീരിയോസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, കാൽഡോസ്കോപ്പ്. സ്റ്റീരിയോസ്കോപ്പാണ് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ കോണ്ടൂർ, ഐസോബാർ, ഐസോതേം, ഐസോഹാലൈൻ. ഇവിടെ ശരിയായ ഉത്തരം കോണ്ടൂർ ലൈൻസ് ആണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഡൊഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ആനമലക്കുന്ന്, കാർഡമം കുന്ന്, നല്ലമലക്കുന്ന്, നീലഗിരി കുന്ന്. ഡൊഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി ഹിൽസിലാണ്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം വിശാഖപട്ടണം, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ. ഇവിടെ ശരിയായ ഉത്തരം ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്തയാണ്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ, നെയ്യാർ, ഇരവികുളം, ചിമിണി. ഇവിടെ ശരിയായ ഉത്തരം ചിന്നാറാണ്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. പ്രസ്താവന 1. സമമർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം തീവ്ര ഉപജീവന കൃഷി, മാറ്റക്കൃഷി, പ്രാചീന ഉപജീവന കൃഷി. ഇവയൊന്നുമല്ല. കേരളത്തിൽ അനുവർത്തിച്ചു വരുന്നത് തീവ്ര ഉപജീവന കൃഷിയാണ്, ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീര സമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല സൊമാലി ജെറ്റ്, ടിബറ്റൻ ഹൈ, മാസ്കരിൻ ഹൈ ഇവയൊന്നുമല്ല. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്
രൂപം കൊള്ളുന്നത്? ഇവിടെ ശരിയായ ഉത്തരം മാസ്കരിൻ ഹൈ ആണ്. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജനം വാട്ടർ ഡിവൈഡ് ഏത്? പശ്ചിമഘട്ടം, പൂർവഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര കുന്നുകൾ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിലെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്നവയെ വേർതിരിക്കുന്നത് പശ്ചിമഘട്ടമാണ്. വെസ്റ്റേൺ ഘട്ട്സ് ആണ് ഇവയെ വേർതിരിക്കുന്ന വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? വലനം, ഫോൾഡിംഗ് കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര, താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര, സംയോജക സീമയിൽ രൂപം കൊണ്ടത്. ഇവയൊന്നുമല്ല. ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം ABC എല്ലാം ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ D ആണ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു: ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡിൻ്റെ മറ്റൊരു പേര് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നാണ്. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയിൽ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്: സൂര്യനും ഭൂമിയും അടുത്തടുത്തായി, സൂര്യനും ഭൂമിയും അകലെയായി, സൂര്യനും ഭൂമിയും നേർരേഖയിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. സൂര്യനും ഭൂമിയും അടുത്തു നിൽക്കുന്നതിനെയാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്, അകന്നു നിൽക്കുന്നതിനെ അബ്ഹീലിയൻ എന്ന് പറയും. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് സാന്ദ്രീകരണം, ചാലകം, ജലപാതം, ആർദ്രത. ആർദ്രതയാണ് അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവത്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ, തിരുവനന്തപുരം, ഹൈദരാബാദ്, ഡെറാഡൂൺ. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹാൽദിയ അലഹബാദ്, കാക്കിനാഡ പുതുച്ചേരി, ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ, കൊല്ലം കോട്ടപ്പുറം. കാക്കിനാഡ പുതുച്ചേരി റൂട്ടിനെ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ജലപാത 4. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് 0 ഡിഗ്രി, 90 ഡിഗ്രി, 23 ഡിഗ്രി, 66 ഡിഗ്രി. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് 66 ഡിഗ്രിയാണ്. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? പുറംതോട്, മാൻഡിൽ, ആന്തര അകക്കാമ്പ്, ബാഹ്യ അകക്കാമ്പ്. ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതും പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും മാൻഡിലാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചുവന്ന മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ റിഗർ സോയിലാണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്: മെസോസോയിക് കാലഘട്ടത്തിൽ പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നതാണിത്. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഹിമാലയൻ ഓറോജിനി സമയത്ത് രൂപം കൊണ്ട മടക്കിയ പർവ്വതങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. തൃതീയ കാലഘട്ടത്തിലെ സമുദ്ര അതിർത്തികൾ മൂലം രൂപപ്പെട്ട ഒരു തീരപ്രദേശമാണിത്. ഇവിടെ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണ്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ട്രോപ്പോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്ന ധാതു ഏതാണ്? ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ബോക്സൈറ്റ്, കൽക്കരി, ഇൽമനേറ്റ്, ചെമ്പ്. ഇൽമനേറ്റ് ആണ് ടൈറ്റാനിയവുമായിട്ട് റിലേറ്റ് ചെയ്ത മിനറൽ എന്ന് പറയുന്നത്. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നർമ്മദ, കൃഷ്ണ, ഗോദാവരി, മഹാനദി. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പാരീസ്, ലണ്ടൻ, ന്യൂയോർക്ക്, ഗ്രീൻവിച്ച്. പ്രൈം മെറിഡിയൻ ഗ്രീൻവിച്ചിലൂടെയാണ് കടന്നു പോകുന്നത്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ, ഒഡീഷ, ഗുജറാത്ത്, ത്രിപുര.
ഒഡീഷയിലൂടെ ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്ന് പോകുന്നില്ല. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കുകിഴക്കൻ ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക. എൽ നിനോ എന്ന പ്രതിഭാസം തെക്കേ അമേരിക്കയാണ് പ്രധാനമായും ബാധിക്കുന്നത്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ഖൽ ബൈശാഖി, ലൂ, വാണിജ്യക്കാറ്റുകൾ. മുകളിൽ കൊടുത്തിരിക്കുന്നതൊന്നുമല്ല. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്നത് ലൂ ആണ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, വയനാട്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ തൃശ്ശൂർ ജില്ലയിലാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായ പ്രസ്താവനകളാണ്. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നില്ല, തെറ്റാണ്. ട്രോപ്പോസ്ഫിയർ ആണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്, അതും തെറ്റാണ്. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമേത്? ബഗ്വേല പ്രവാഹം, കുറോഷ്യ പ്രവാഹം, ഗൾഫ് സ്ട്രീം, അഗുൽഹാസ് പ്രവാഹം. ഇതിലെ അഗുൽഹാസ് കരണ്ടാണ് ഇന്ത്യൻ ഓഷ്യനിൽ ഉള്ളത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തെക്കാളും 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 4ഉം ശരിയാണ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? സൈക്ലോൺ, വില്ലി വില്ലിസ്, ടൈഫൂൺ, ഹരിക്കെയിൻ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, NW3 അതായത് നാഷണൽ വാട്ടർവേ 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്നത്.